ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്ന് ഫസ്റ്റ് തന്നെ ഒരു യാത്രാ വീഡിയോ ആണ് കാണുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ തിരിച്ച് ജിദ്ദയിലേക്ക് തന്നെ പോവാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരുമിച്ച് വരാനും പോവാനൊക്കെ. അങ്ങനെ ഇതിപ്പോൾ ഇന്ന് സാധിക്കുകയാണ്. ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിന് കൊണ്ടാക്കിയത് എൻ്റെ ബ്രദറും വൈഫുമാണ്. അങ്ങനെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓൺ ടൈം തന്നെയായിരുന്നു കേട്ടോ, ടൈമിനൊന്നും മാറ്റം ഉണ്ടായില്ല. അപ്പം ഞാൻ കാക്കുനോട് ചോദിക്കും ഇനി എങ്ങടാ പോകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ കാക്കു പറയണത് എൻ്റെ നാട്ടിലേക്ക് പോവാണെന്നാണ്. കാക്കുൻ്റെ നാടാണ് കേട്ടത്. കാരണം നാട്ടിലധികം നിൽക്കണില്ലല്ലോ. നാട്ടിലാകെ ഒരു വർഷത്തിൽ 1 മാസത്തെ ലീവേ ഉള്ളൂ. അപ്പം തിരിച്ച് വീണ്ടും പ്രവാസത്തിലേക്ക് പോവാണ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇത് നല്ല രസമുള്ളൊരു കാഴ്ചയാണല്ലോ. നമ്മളിതിങ്ങനെ താഴ്ന്ന് പെട്ടെന്ന് മേലേക്ക് എത്തുമ്പോഴുള്ള വ്യൂ അറിയണത് അതൊരു അടിപൊളി വ്യൂ ആട്ടോ. നല്ല രസമുണ്ടായിരുന്നു വ്യൂ കാണാൻ. ഇത് തുറക്കൂ. കോഫി വാങ്ങണമെങ്കിൽ ഇത് മസ്റ്റ് ആണെന്നാ പറഞ്ഞത്. ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ. കോഫി ഒറ്റക്ക് തരൂലാന്ന്, അപ്പൊ നമ്മൾ ഇതും വാങ്ങണം. എനിക്കിത് നോക്കാം. നമുക്ക് ക്യാഷ് ആണ്. നല്ലൊരു പാത്രം കിട്ടി. കോഫി അല്ലാതെ വളരെ ഗൈസ് അങ്ങനെ കാക്കു പറയണ പോലെ സ്വന്തം നാടായ ജിദ്ദയിലെത്തി. ഇതവിടെ ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ മുന്നിലുള്ള നമുക്ക് ആകാശത്തു നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. എനിക്ക് നാട്ടിൽ നിന്ന് പകല് പോരാനും രാവിലത്തെ വ്യൂ കാണാനും ഇവിടെ എത്തുമ്പോൾ രാത്രിത്തെ വ്യൂ കാണാനുമാണ് കേട്ടോ ഇഷ്ടം. കാരണം ഇവിടെ പകല് കാണാൻ രസമില്ല. രാത്രി ആവുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കാണാൻ. നാട്ടിലാവുമ്പോൾ ആ മലയും പുഴയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനും പകലാണ് രസം. അപ്പം ഞാൻ എപ്പോഴും പറയും ടിക്കറ്റ് എടുക്കുമ്പോൾ രാത്രി അവിടെ ലാൻഡ് ചെയ്യുന്ന ടിക്കറ്റ് നോക്കണം ഞാൻ പറയലുണ്ട്. അങ്ങനെ ആഗ്രഹം പോലെ തന്നെ രാത്രിയാണ് ലാൻഡ് ചെയ്തത്. നല്ല രസമുള്ള വ്യൂ ആട്ടോ, കണ്ടിരുന്നു പോകും. അത്രക്ക് അടിപൊളിയാണ്. നിങ്ങളെ നാട്ടിലെത്തില്ലേ? നാട് എന്താക്കോ അങ്ങനെ എയർപോർട്ടിലെ പ്രൊസീജിയറൊക്കെ സിമ്പിളായിട്ട് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. കാക്കുവിൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഫ്രണ്ടും വൈഫും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിക്ക് ചെയ്യാൻ. ഞങ്ങൾ എത്തിയിട്ടും ഓരെ കാണാനില്ല. ഞങ്ങൾ കുറച്ചു നേരം അവിടെ പോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഓരെത്തി.
ഇനി നേരെ പോണത് വേറെ ഒന്നിനുമല്ല, ഫുഡ് കഴിക്കാനാണ്. അപ്പം ഞങ്ങള് ഇവിടെ അടുത്ത് തന്നെ ഒരു മലയാളി ഹോട്ടലുണ്ട്, ഒരു മലബാർ എന്ന് പറഞ്ഞിട്ടാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടെ കയറിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. ഫുഡ് വന്ന് ഞങ്ങളത് കഴിച്ചു കേട്ടോ. അങ്ങനെ റാഹത്തായിട്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് തന്നെ പോയി.